രാമനെ വിചാരിച്ചാൽ മറ്റുള്ള ഒരു ഗ്രഹങ്ങളും വന്ന് നമ്മളെ തടുക്കില്ല. ശ്രീരാമനെ വിചാരിച്ചിരിക്കുന്ന രാമനാമം ജപിക്കുന്നവന് ഈ ഗ്രഹങ്ങളിലെ അതായത് കാലത്തിൻ്റേതായ ഒരു ഹാനിയും തട്ടില്ല എന്ന് പറയുന്നത്. അത് ഉദാഹരണം ഹനുമാൻ. സീത എന്ന് പറയുന്ന കഥാപാത്രം, ശ്രീരാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ വർണ്ണിക്കുമ്പോൾ ആ ഒരു സൂര്യപ്രഭയിൽ അല്പം മങ്ങിപ്പോയ ഒരു ചന്ദ്രനാണോ എന്ന് സംശയിക്കാം. അത്ര കഴിവുള്ള ബാലിയെ നേരിട്ട് ചെന്ന് കണ്ടിരുന്നെങ്കിൽ ശ്രീരാമന് സഹായം കിട്ടിയത്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് സുഗ്രീവൻ്റെ അടുത്താണ് സഹായത്തിന് ചെല്ലുക. വഴിയാണ് ബാലി എന്താണെന്ന് അറിയില്ലായിട്ടല്ല, ബാലിയെക്കുറിച്ച് അറിയില്ലായിട്ടല്ല. കാരണം സുഗ്രീവൻ അതിനകത്ത് സഫറിങ് ഉള്ള ഒരു പേഴ്സണാണ്. രാവണൻ ശിവഭക്തനാണ്. രാവണൻ ഒരു സംഗീതജ്ഞനാണ്. രാവണൻ ഒരു വാദ്യകലയിൽ നിപുണനാണ്. ഈ വക കഴിവുകളുള്ള എല്ലാം ഉള്ള ആളാണ്. അതാണ് 10 തല എന്ന് പറയുന്ന അഹങ്കാരം. അഹം എന്ന് പറയുന്നത് 10 ഇരട്ടിയുണ്ട്. തലക്കനം. ഒരിക്കൽ അഗ്നിപരീക്ഷ കഴിഞ്ഞതാണ്, വീണ്ടും അഗ്നിപരീക്ഷ നടത്തുക എന്നുള്ളൊരു ഇത് വരുന്നു. അപ്പോൾ അവിടെ വെച്ച് സീതാദേവി എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു, ജീവിതം ഉപേക്ഷിക്കുന്നു, രാമനെ ഉപേക്ഷിക്കുന്നു. എവിടെ പോകുന്നു? ഭൂമിദേവി അമ്മാത്ത് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൂമിദേവി എന്ന് പറഞ്ഞാൽ സീതാദേവിയുടെ അമ്മ വീടാണ്. ഭൂമിദേവി പൃഥ്വിയാണ് സീതാദേവിയുടെ അമ്മ. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകും, ഈ പരിപാടിക്ക് ഞാനില്ല എന്നുള്ളതാണ്. മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിഥുനാദേഗമോദിം കാമമോഹിതം. രാമായണത്തെക്കുറിച്ച് ഇന്ന് കൂടുതൽ സംസാരിക്കുന്നതിനായി സാഹിത്യ വിമർശകനും എഴുത്തുകാരനുമായ ബാബു പ്രദീപ്, അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം സർ. സർ, രാമായണമാണ് നമ്മുടെ വിഷയം. രാമായണത്തിൽ യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായ കഥാപാത്രം അത് രാമനാണോ സീതയാണോ? രാമായണത്തിൽ ഇപ്പോൾ ഏറ്റവും മഹത്വമേറിയ ഒരു മനുഷ്യൻ, പൂർണ്ണരായ ഒരു മനുഷ്യൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് രാമായണം, വാൽമീകി രാമായണം എന്ന് പറയുന്ന കാവ്യം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ആ കാവ്യം വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീരാമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രീരാമൻ എന്ന് പറയുന്ന നമുക്കെല്ലാം മാതൃകയാവേണ്ട, ചരിത്രത്തിനും ലോകത്തിനും മുഴുവനും സംസ്കാരത്തിനും ഒക്കെ മാതൃകയാവേണ്ട ഒരു പൂർണ്ണ പുരുഷൻ ആരാണ് എന്നുള്ള അന്വേഷണമാണ് വാൽമീകി രാമായണം. അപ്പോൾ നമുക്ക് ശ്രീരാമൻ എന്ന് പറയാം. തൊട്ടു പിന്നാലെ സീത വരുന്നു. സീത എന്ന് പറയുന്ന കഥാപാത്രം, ശ്രീരാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ വർണ്ണിക്കുമ്പോൾ ആ ഒരു സൂര്യപ്രഭയിൽ അല്പം മങ്ങിപ്പോയ ഒരു ചന്ദ്രനാണോ എന്ന് സംശയിക്കാം. പക്ഷേ സീതാദേവി ഇപ്പോൾ വാൽമീകി രാമായണം മുതൽ നമ്മൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, കിളിപ്പാട്ട് വരെ നമ്മൾ പരിശോധിച്ചാൽ സീത എന്ന് പറയുന്നത് ശ്രീരാമനൊത്ത ഒരു വാമഭാഗം അല്ലെങ്കിൽ പാതിഭാഗമാണ് ഭാര്യ എന്നാണല്ലോ പറയുക. അർത്ഥനാരീശ്വരൻ എന്നുള്ള നിലയ്ക്ക്. ഉദാഹരണത്തിന് സീതാദേവി ജനകൻ്റെ മകളാണ്. ജനകൻ എന്ന് പറഞ്ഞ വൈദിക ഋഷിയുമാണ്, വൈദിക രാജാവുമാണ് എന്നുള്ളതാണ് നമ്മൾ പഴയ ചരിത്രത്തിൽ വരിക. അപ്പോൾ ഈ ജനകൻ്റെ സന്നിധി, ജനകൻ്റെ രാജധാനി എന്ന് പറയുന്നത്, അവിടെ വലിയ താത്വിക ചർച്ചകൾ നടന്നിരുന്ന സ്ഥലമാണ്. യാജ്ഞവൽക്യൻ മുതലായ ഋഷിമാർ, ഗാർഗി മൈത്രേയി മുതലായ ഋഷികമാർ, സ്ത്രീകൾ തത്വചിന്തകരെ വിളിക്കുക ഋഷിക എന്നാണ്. അങ്ങനെ വലിയ തോതിൽ താത്വികമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. അതാണ് സീതയുടെ അമ്മാത്ത്, അമ്മയുടെ വീട് അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്. നമ്മൾ അമ്മാത്ത് എന്ന് പറയുമ്പോൾ അമ്മയുടെ വീട്, അച്ഛൻ്റെ വീട്, സ്വന്തം വീടായിട്ട് വരുന്നത്. അവിടെ ഇതെല്ലാം കേട്ടും അതെല്ലാം ഇടപഴകിയും വരുന്ന ഒരു കുമാരിയാണ് സീത. പക്ഷെ രാമായണത്തിൽ നമ്മളറിയുമ്പോൾ എവിടെയും സീതയുടെ ജ്ഞാനത്തെക്കുറിച്ചോ അറിവിനെക്കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല. വാൽമീകി രാമായണത്തിലുണ്ട്. പക്ഷെ ഇത് ചർച്ച ചെയ്യുന്നത് നമ്മളത് എന്ത് ഹൈലൈറ്റ് ചെയ്യണു, എന്തിനെ നമ്മൾ മുകളിലേക്ക് വയ്ക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ വ്യത്യാസം വരും. നമ്മൾ എന്ത് ചർച്ച ചെയ്യുന്നു, നറേറ്റീവ് എന്താണ്, അതിൽ നമ്മൾ എന്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സീതാദേവി ഉദാഹരണത്തിന്, സീതാദേവി നമ്മളിപ്പോൾ
ഈ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വായിക്കുമ്പോൾ ശ്രീരാമൻ്റെ അഭിഷേകം മുടങ്ങുന്നു. അപ്പോൾ ശ്രീരാമൻ വനവാസത്തിനായിട്ട് തുടങ്ങാൻ പോവുകയാണ്. അതെ അപ്പോൾ സീതാദേവിയെ കണ്ടു പറഞ്ഞിട്ട് പോകണമല്ലോ. അതെ അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ സീതാദേവി പറയുന്നത് ഞാനും വരുന്നുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിരുത്സാഹപ്പെടുത്തും. ഈ വനം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്. അവിടെ സ്ത്രീകൾക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഒരു വെപ്പ്. എന്നാൽ സീതാദേവി പറയുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടന്ന് കല്ലും മുള്ളും ചവിട്ടി മെതിച്ച് മുൻപോട്ട് പോകാം എന്നാണ് പറയുന്നത്. അത്ര ധൈര്യമുണ്ട്. മാത്രമല്ല അവർ വേറൊരു കാര്യം പറയുന്നുണ്ട്. രാമായണങ്ങൾ എത്രയോ എഴുതപ്പെട്ടിരിക്കുന്നു. അധ്യാത്മരാമായണത്തിൻ്റെ കാലമാകുമ്പോഴേക്കും ആ സീതാദേവി, അതാണ് അവിടുത്തെ രചനാ കൗശലം എന്ന് പറയുന്നത്, രാമായണങ്ങൾ എത്രയെല്ലാം എഴുതിപ്പെട്ടിരിക്കുന്നു. അതിലൊന്നും ശ്രീരാമൻ തന്നെ കാട്ടിപ്പോയ ചരിത്രമില്ല. സീതയും കൂടി ഉണ്ട്. സീതയുണ്ട്, ലക്ഷ്മണനുണ്ട്. സീതയും കൂടി ഉണ്ടെങ്കിലാണ് കഥ പൂർത്തിയാവുള്ളൂ, ധർമ്മം പൂർത്തിയാവുള്ളൂ. പക്ഷേ സീത രാമനെ അനുഗമിച്ചു കൂടെ പോയി എന്നുള്ളതാണ് പൊതുവിൽ ആളുകൾക്ക് ഉള്ള ഒരു അറിവ്. അല്ല അതെ, അതിപ്പോൾ നമ്മുടെ ചർച്ച എങ്ങനെ പോകുന്നുള്ളൂ അനുസരിച്ച്. ഇനി അടുത്തത് ഈ കാട്ടിൽ വെച്ചിട്ട് ദണ്ഡകാരണ്യത്തിൽ വെച്ച് ഈ യാഗരക്ഷയ്ക്ക് പുറപ്പെടുന്നുണ്ട് രാമൻ. അന്നേരം എന്താ വെച്ചാൽ ഈ രാക്ഷസന്മാർ ഋഷിമാർ യാഗം ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ആ രാക്ഷസന്മാരെ നിഗ്രഹിക്കണം എന്ന് രാമൻ്റെ അടുത്ത് ഈ ഋഷിമാർ വന്ന് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഏറ്റു. അപ്പോൾ സീതാദേവി പറഞ്ഞു സീതാദേവി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങ് രാമൻ അനുഷ്ഠിക്കുന്ന ആശ്രമം വനവാസമാണ്, അരണ്യത്തിലെ ആശ്രമമാണ്. അരണ്യത്തിലെ ആശ്രമത്തിൽ എന്തില്ല, ആയുധമെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ക്വചശസ്ത്രം ക്വചവനം ക്വചക്ഷാത്രം തവ ക്വച. ഇതാണ് ചോദ്യം. ശ്രീരാമനോട് ചോദിക്കുകയാണ്. അതായത് എവിടെ ശസ്ത്രം വനത്തിൽ, എവിടെ ക്ഷാത്രം തപസ്സിൽ. വനത്തിൽ ആയുധമെടുക്കാനായിട്ടൊരു രാജാവിന് അധികാരമില്ല. അതുപോലെ തന്നെ തപസ് ചെയ്യുമ്പോൾ അവിടെ ക്ഷത്രിയ ധർമ്മത്തിനും യുദ്ധം ചെയ്യാനോ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാമൻ്റെ മറുപടി എന്താണെന്നറിയോ? ഹിതമുക്തം ത്വയാദേവി സ്നിഗ്ധയാ സദൃശം വച. അങ്ങ് പറഞ്ഞത്, ദേവി പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷെ എന്തു പറ്റി? ഞാൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി. ഇതാണ് വാക്ക് പാലിക്കണം. അപ്പോൾ ഈ ഭാര്യ എന്ന് പറയുന്ന സീതാദേവി പറഞ്ഞതാണ് ധർമ്മം, അതാണ് ശരിയായ കാര്യം അതാണ്. പക്ഷെ എന്ത് ചെയ്യണം? ഇവർ പറഞ്ഞതുകൊണ്ട്, ഇവരോട് വാക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നാണ് രാമൻ പറയുന്നത്. അപ്പോൾ സീതാദേവി ചെറിയ കഥാപാത്രമാണ് അല്ല, സീത ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രമാണ്. ഇതുപോലെ രാമനെ ഉപദേശിക്കണമെങ്കിൽ രാജധർമ്മത്തെക്കുറിച്ച്, പൊളിറ്റിക്സിനെ കുറിച്ച് നല്ല തത്വവിചാരമുള്ള ഒരു സ്ത്രീയെ കൊണ്ടത് സാധിക്കും. അതാണ്. ഇനി വേറൊരു അടുത്ത സീതയുടെ ഒരു മഹത്വത്തിനൊരു ഉദാഹരണം പറയാം. ഇത് യുദ്ധമെല്ലാം കഴിയുന്നു, പട്ടാഭിഷേകം നടക്കുന്നു. അങ്ങനെ രാമൻ മാതൃകാപരമായിട്ട് ഭരിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഈ സീതാദേവി ശുദ്ധയാണോ എന്നൊരു സംശയം. അപ്പോൾ ഒരിക്കൽ അഗ്നിപരീക്ഷ കഴിഞ്ഞതാണ്, വീണ്ടും അഗ്നിപരീക്ഷ നടത്താം എന്നുള്ളൊരു ഇത് വരുന്നു. അപ്പോൾ അവിടെ വെച്ച് സീതാദേവി എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു, ജീവിതം ഉപേക്ഷിക്കുന്നു, രാമനെ ഉപേക്ഷിക്കുന്നു. എവിടെ പോകുന്നു? ഭൂമിദേവി അമ്മാത്ത് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഭൂമിദേവി എന്ന് പറഞ്ഞാൽ സീതാദേവിയുടെ അമ്മ വീടാണ്. ഭൂമിദേവി പൃഥ്വിയാണ് സീതാദേവിയുടെ അമ്മ. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകും, ഈ പരിപാടിക്ക് ഞാനില്ല എന്നുള്ളതാണ്. അതാണ് ആ ധൈര്യം. ആധുനിക കാലത്തിൽ വളരെ പ്രസക്തിയുള്ളൊരു, ഏത് കാലത്തും പ്രസക്താണ്. അവനവനെ ചോദ്യം ചെയ്യുന്ന ആ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യണേ. അപ്പോൾ സീതാദേവിയെ പോലെയുള്ള ഒരു മഹത്തായ വ്യക്തിത്വത്തിന് മാത്രമേ ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുള്ളൂ. അതാണ് രാജപത്നി എന്നുള്ള നിലയ്ക്കുള്ള ഭോഗങ്ങളെല്ലാം, അതിൻ്റെ സൗകര്യങ്ങളും
മെറ്റീരിയലായിട്ടുള്ള എല്ലാ അനുഭൂതികളും വിടാൻ തയ്യാറായിട്ട് ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് പോവുകയാണ്. അതാണ് ആ ഭൂമിയിലേക്ക് പോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഭൂമി പിളർന്ന് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വായനക്ക്. അല്ല, അതൊക്കെ ഒരു പുരാണമാകുമ്പോൾ ഇതിഹാസവും ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ വായ്മൊഴികളിലൂടെ വരുമ്പോൾ അതിനൊരു ആലങ്കാരികമായ ഒരിത് വരും. അർത്ഥം സീതാദേവി സ്വന്തം കാര്യം സ്വന്തം അമ്മ വീട്ടിലേക്ക് പോയി, അമ്മ വന്ന് സ്വീകരിച്ചു എന്നും പറയുന്നുണ്ടല്ലോ. അതെ അതെ, പൃഥ്വി ഭൂമിദേവി ഒന്ന് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. സീതാദേവിയെ പോലെ തന്നെ മറ്റൊരു സ്ത്രീ കഥാപാത്രമാണ് ഊർമിള. ഊർമിള ലക്ഷ്മണന്റെ ഭാര്യയാണ്. സീത കാട്ടിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ വനവാസത്തിന് രാമനെ അനുഗമിക്കുകയാണ്. അപ്പോൾ സീതയ്ക്ക് കൂടെ ഭർത്താവുണ്ട്. പക്ഷേ ലക്ഷ്മണൻ ജ്യേഷ്ഠനെ അനുഗമിച്ച് പോകുന്നു. അപ്പോൾ ഇവിടെ ഊർമിള തനിച്ചാവുകയാണ്. അപ്പോൾ ഊർമിളയുടെ കഥാപാത്രത്തെക്കുറിച്ച് രാമായണം എങ്ങനെയാണ്, ഒരു ഊർമിളയുടെ ധർമ്മം എന്താണ്? ഊർമിളയുടെ ധർമ്മം, അതായത് പുത്രവധുവിന് ആ പ്രായമായവരെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. അന്നത്തെ ധർമ്മം അനുസരിച്ച്, എന്നത്തെ ധർമ്മം അനുസരിച്ചുണ്ട്. ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു മാതാപിതാക്കൾക്ക്, പ്രായമായവർക്ക് കൊടുക്കുന്ന ഒരു സംരക്ഷണം, അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സങ്കല്പം പണ്ട് മുതലുണ്ട്. അപ്പോൾ രാമനും ലക്ഷ്മണനും സീതാദേവിയും പോകുന്നു എന്നുള്ള നിലയ്ക്ക് പിന്നീട് ഈ ധർമ്മം, ഈ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ള ധർമ്മം ഊർമിളയ്ക്കാണ് വന്നു ചേരുന്നത്. അതവരവിടെ ആ ധർമ്മം അവരനുഷ്ഠിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത്രേ ഉള്ളൂ. അത് നമുക്ക് ആധുനിക കാലത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ അവരാ ധർമ്മം അവിടെ അനുഷ്ഠിച്ചു എന്നുള്ളത് മാതൃകയാണോ അല്ലയോ എന്നുള്ളത് മാത്രമേ അതിനകത്ത് ചർച്ചയുള്ളൂ. രാമായണം ആർക്കൊക്കെ പ്രസക്തി ഉണ്ടെങ്കിലും അത് ശ്രീരാമൻ്റെ കഥയാണ് അല്ലേ? രാമൻ്റെ ജീവിതവും രാമൻ്റെ ധർമ്മവും പൗരുഷവും നീതിയും എല്ലാമാണ് അതിൻ്റെ പ്രധാന പ്രതിപാദ്യം. അതെ, നമ്മൾ സീതാദേവി ഇപ്പോൾ ഒരു തൊട്ടു മുമ്പ് പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഈ സീതാദേവി എങ്ങനെ തിരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ശ്രീരാമൻ എന്തുകൊണ്ടാണ് വീണ്ടും ഈ സീതാദേവിക്ക് ഒരു സംശയം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ പ്രജകൾക്കിടയിൽ ഒരു സംശയം ഉണ്ടായി. ഇങ്ങനെ ശുദ്ധയായിരിക്കുമോ? പതിവ്രതയായ സീത എന്ന് പറയുമ്പോൾ രാവണൻ്റെ അതുപോലുള്ളൊരു കഥാപാത്രമാണ് രാവണൻ. ആ രാവണൻ്റെ സന്നിധിയിൽ പോയി കുറച്ച് നാൾ താമസിച്ചിരുന്ന ആളാണ്. 2-3 മാസം താമസിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പതിവ്രതയായ സീതയ്ക്ക് എന്തെങ്കിലും ഒരു അശുദ്ധി സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളൊരു സംശയം നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാവില്ലേ? അത് രാമനെ അറിയുകയും സ്വാഭാവികമായിട്ടും സീസറിൻ്റെ ഭാര്യ, അതെ, സീസറിൻ്റെ ഭാര്യ, ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതേ കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ശുദ്ധയാണോ എന്നൊന്നുകൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ രാജാവിന് 2 ഭാര്യമാരാണ് ഉള്ളത്. രാജാവിൻ്റെ ധർമ്മധാരങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ഭാര്യ ആരാണ്? ധർമ്മധാരം എന്ന് പറഞ്ഞാൽ രാജ്യമാണ്, രാജ്യത്തിലെ ജനങ്ങളാണ്. ഈ ജനങ്ങളാണ് ഒരു രാജാവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭാര്യ. അപ്പോൾ ഇതൊരു ധർമ്മസങ്കടമാണ്. ശ്രീരാമൻ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, രാജാവ് എന്നുള്ള നിലയ്ക്ക് ഇത് തമ്മിലുള്ള ഒരു തുലനമാണ് അവിടെ നടക്കുന്നത്. അതിൽ ശ്രീരാമന് ഈ ധർമ്മധാരങ്ങളായിട്ട് രാജ്യത്തെ സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും സീത പരിത്യജിക്കപ്പെടുന്നത്. അതാണ് ആ ധർമ്മസങ്കടം. ആ ധർമ്മസങ്കടമാണ് വാൽമീകി രാമായണത്തിൽ വരുന്നത് മുഴുവനും. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് വിവാഹം കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. പുള്ളിക്കാരൻ പിന്നെ സ്വർണം കൊണ്ടൊരു സീതാദേവിയെ ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കുകയല്ലേ ചെയ്തത്. സ്വർണം കൊണ്ടൊരു സീതാദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കുന്നു. ആ വിഗ്രഹം സീതാദേവിയാണ് എന്നുള്ള പ്രതീകം ആയിട്ട് സ്വീകരിച്ചുകൊണ്ട് രാജ്യഭാരം നടത്തുന്നു. അത്രയേ ഉള്ളൂ അതിനകത്ത്. അതാണ്, ഏകനായിട്ട് തന്നെയാണ്, ഏകപത്നി വ്രതമാണ് ശ്രീരാമൻ്റെ. അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല. നമ്മളിപ്പോൾ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹാരമുകളാണ്. എത്രയോ ഭാര്യമാർ, പട്ടമഹിഷി തന്നെ എത്ര ഉണ്ടാവും. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ അന്ന് ശ്രീരാമനെ മാതൃകയാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഏകപത്നി വ്രതം എന്നുള്ള സങ്കല്പമുള്ളത് കൊണ്ടാണ്. അതാണ് ഈ രാവണൻ എന്ന് പറയുന്ന കഥാപാത്രം. രാവണൻ വലിയ അറിവുള്ള ആളും വലിയ പണ്ഡിതനാണ്. പക്ഷെ രാവണന്റെ അഹങ്കാരമാണ് രാവണനെ നശിപ്പിക്കുന്നത്.
ഈ രാവണനിലേക്ക് എത്തുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് പാലിക്കുന്ന ഒരു ഔചിത്യമുണ്ട്. സീതാദേവിയുടെ അനുവാദമില്ലാതെ സീതയെ തൊടാൻ പോലും തയ്യാറാകുന്നില്ല. രാവണൻ ശിവഭക്തനാണ്. രാവണൻ ഒരു സംഗീതജ്ഞനാണ്. രാവണൻ ഒരു വാദ്യകലയിൽ നിപുണനാണ്. ഈ വക കഴിവുകളുള്ള എല്ലാം ഉള്ള ആളാണ്. അതാണ് 10 തല എന്ന് 10 തല എന്ന് പറയുന്ന അഹങ്കാരം. അഹം എന്ന് പറയുന്നത് 10 ഇരട്ടിയുണ്ട്. തലക്കനം. കയ്യുണ്ടല്ലോ, അതെ, 20 ബാഹുക്കൾ, ശക്തിയുമുണ്ട്. അത് കർമ്മത്തിലുള്ള വൈഭവമാണ് കാണിക്കുന്നത്. നമ്മളെല്ലാം 2 കൈ കൊണ്ട് കർമ്മം ചെയ്യുന്നത് 20 കൈകൾ കൊണ്ട് കർമ്മം ചെയ്യാനുള്ള കഴിവുള്ള ആള്, അത്രയ്ക്ക് കർമ്മകുശലതയുള്ള ആളെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ 20 കൈ ഉണ്ടെന്നല്ല അർത്ഥം. എല്ലാത്തിനും പ്രതീകാത്മകമായിട്ടുള്ള രീതിയിലാണ് എല്ലാത്തിലും വച്ചിരിക്കുക. അത് ആ രീതിയിലാണ് പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നതിലെ പ്രതീകമാണ്. 20 കൈ 10 തല എന്ന് പറയുമ്പോൾ അത്ര കഴിവുള്ള ആളായിരുന്നു. ധർമ്മിഷ്ഠനായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ. പക്ഷേ ഈ പറഞ്ഞ മാതിരി ആൾക്ക് അഹങ്കാരം വന്നുകൂടി. ശിവഭക്തൻ എന്നുള്ള നിലയ്ക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്തെല്ലാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ മണ്ഡോദരി, മണ്ഡോദരിയാണല്ലോ എല്ലാ സമയത്തും ഉപദേശിക്കുന്നത്, ഉപദേശം കൊടുക്കുകയല്ലേ ഭർത്താവിന്. സ്ത്രീയാണ്. അവർ നല്ല ധർമ്മിഷ്ഠയായ സ്ത്രീയാണ്. മണ്ഡോദരിയെ ഒരു നല്ല മഹാത്മാവായിട്ടാണ് പറയുന്നത്. അതിപ്പം ഈ രാവണൻ തന്നെയായാലും ഈ പുരാണത്തിൽ, ഭാഗവതത്തിൽ പറയുന്നതാണെങ്കിൽ ജയവിജയന്മാരെന്ന് പറയുന്ന വിഷ്ണു പാർഷദന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് സപ്തർഷികളുടെ ശാപം ഏറ്റിട്ട് പല 2-3 പ്രാവശ്യം രാക്ഷസന്മാരായിട്ട് ജന്മം കൊടുത്തതിൽ ഒന്നാണ് ഈ പറഞ്ഞ രാവണൻ, കുംഭകർണൻ എന്ന് പറയുന്നത്. മോശപ്പെട്ട ആൾക്കാരല്ല. ഇപ്പോൾ പണ്ട് ഈ ഭക്തി പ്രസ്ഥാനത്തിൽ 2 തരത്തിലുള്ള ഭക്തി പറയുന്നുണ്ട്. ഉപാസനാഭക്തിയും വിരോധഭക്തിയും പറയുന്നുണ്ട്. നമ്മൾ ബഹുമാനത്തോടുകൂടി ഉപാസിക്കുന്ന ഭക്തിയുണ്ട്. വിരോധം ഒരു ഭക്തിയാണ്. അത് വീണ്ടും വീണ്ടും എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറയുന്നുണ്ട്. ഞാൻ വിരോധം കൊണ്ടാണ്, അല്ലെങ്കിൽ എതിർപ്പ് കൊണ്ടാണ് എൻ്റെ മോക്ഷത്തെ നേടാൻ പോകുന്നത് എന്നോർത്തിട്ടുള്ള ആളാണ് ഈ രാവണൻ. രാവണൻ ചെറിയ കഥാപാത്രമല്ല. ഈ രാമായണത്തിൽ അതുപോലെ തന്നെ ജഡായു, ബാലി, സുഗ്രീവൻ, അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളും ഒക്കെ കടന്നു വരുന്നുണ്ടല്ലോ. ഇവർ ലങ്കയിലേക്കുള്ള പാലം നിർമ്മിക്കുന്നതുമായിട്ടുള്ള കഥകൾ. അതിന് ആ ഒരു സാഹചര്യം, അല്ലെ ആ ഒരു ഘട്ടം എങ്ങനെയാണ്? ഇപ്പം ഞാനും എപ്പോഴും എല്ലാവരും ആലോചിക്കാറുണ്ട്, ഈ ബാലിക്ക് സുഗ്രീവനേക്കാൾ കഴിവുള്ള ആളാണ്, എല്ലാം കൊണ്ടും ശക്തിയുള്ള ആളാണ്. ബാലി ഒരിക്കൽ സമുദ്രതീരത്ത് എന്ന് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാവണൻ ചെന്ന് ശല്യം ചെയ്തതാണല്ലോ. അന്നേരം ഈ വാൽമ ചുറ്റിക്കെട്ടിയിട്ട് പുള്ളിക്കാരൻ ബാലിക്ക് ലോകത്ത് മുഴുവൻ ചാടി എല്ലാ സമുദ്രത്തിലും ചെന്ന് സന്ധ്യാവന്തരം നടത്തലുണ്ട്. പോണ വഴിക്കല്ല ഇയാളെ കെട്ടിയിട്ടാണ് പോണത്. രാവണൻ വാൽമ തൂങ്ങിക്കിടക്കുക. അപ്പം അത്ര കഴിവുള്ള ബാലിയെ നേരിട്ട് ചെന്ന് കണ്ടിരുന്നെങ്കിൽ ശ്രീരാമന് സഹായം കിട്ടിയത്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് സുഗ്രീവൻ്റെ അടുത്താണ് സഹായത്തിന് ചെല്ലുക. വഴിയാണ്. ബാലി എന്താണെന്ന് അറിയില്ലായിട്ടല്ല, ബാലിയെക്കുറിച്ച് അറിയില്ലായിട്ടല്ല. കാരണം സുഗ്രീവൻ അതിനകത്ത് സഫറിങ് ഉള്ള ഒരു പേഴ്സണാണ്. അതിനകത്തൊരു ബാലിയും സുഗ്രീവനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് സുഗ്രീവൻ എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ചേരുന്നത്. അല്ലാതെ ശ്രീരാമന് എത്താൻ പറ്റാഞ്ഞിട്ടല്ല. അത് പറയുന്നുണ്ടല്ലോ, ബാലി പറയുന്നുണ്ടല്ലോ, സുഗ്രീവൻ്റെ അടുത്ത് പോയി പോകുന്നതിന് പകരം എൻ്റെ അടുത്ത് അങ്ങ് നേരിട്ട് വന്നിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. ബാലിക്കും പറ്റിയത് ഇതാണ്, അഹങ്കാരമാണ് പറ്റിയത്. അപ്പോൾ ഹനുമാൻ വരുന്നത്, ഹനുമാൻ സുഗ്രീവൻ്റെ മന്ത്രി എന്നുള്ള നിലയ്ക്കാണ് വരുന്നത്. ഭക്തോത്തമനായിട്ടുള്ള ഹനുമാൻ ചിരഞ്ജീവിയാണല്ലോ, ഭക്തിയുടെ ഏറ്റവും വലിയ മാതൃക അതാണ് ഹനുമാൻ. വിധേയത്വത്തിൻ്റെ, ഭക്തിയുടെ പരമമായ മാതൃകയാണ് ഹനുമാൻ. എല്ലാവിധ കഴിവുകളും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ശ്രീരാമന് വിധേയനാണ്. ഭക്തിയുടെ ഉത്തമ മാതൃകയായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഹനുമാനെ നമ്മൾ അത് ചെയ്യും. ഹനുമാൻ ഭക്തിയുടെ ഉത്തമ മാതൃകയായിക്കൊണ്ട് ചിരഞ്ജീവിയായിട്ട് വർത്തിക്കുന്നു. കഴിഞ്ഞ കാലത്തുണ്ട്, ഇന്നുണ്ട്, നാളെയും ഉണ്ടാവും. അതാണ് ചിരഞ്ജീവി. ഇപ്പം ശക്തനുമാണ് അല്ലേ? ശക്തനാണല്ലോ, പരമശക്തനാണ്.
രാമായണത്തിൽ ഒരുപാട് ശക്തിയുള്ള കഥാപാത്രങ്ങൾ. അത് ശക്തി എന്ന് പറയുന്നത് നമ്മൾ ഈ ശക്തി എങ്ങനെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹനുമാൻ എങ്ങനെ ശക്തി ഉണ്ടാകുന്നു? ശ്രീരാമൻ്റെ നാമം കൊണ്ടാണ് എനിക്ക് ശക്തി ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ശ്രീരാമന് അതെ വിധേയനായിട്ട്. അതെ 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 അതെ. അത് ഇപ്പോൾ ചില ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ചില കീർത്തനങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ചില കീർത്തനങ്ങളിലൊക്കെ പറയുന്നത് രാമനെ വിചാരിച്ചാൽ മറ്റുള്ള ഒരു ഗ്രഹങ്ങളും വന്ന് നമ്മളെ തടുക്കില്ല. ശ്രീരാമനെ വിചാരിച്ചിരിക്കുന്ന രാമനാമം ജപിക്കുന്നവന് ഈ ഗ്രഹങ്ങളിലെ, അതായത് കാലത്തിൻ്റേതായ ഒരു ഹാനിയും തട്ടില്ല എന്ന് പറയുന്നത്. അത് ഉദാഹരണം ഹനുമാൻ.